കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് പറയുന്നത് കുട്ടികളിൽ മലബന്ധം വരാതിരിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്, അഥവാ ഹൈ ഫൈബർ ഡയറ്റ്. ഒന്നാമത്തത് നമ്മുടെ പഴങ്ങളാണ്, ഫ്രൂട്ട്സ്. അത് ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചാൽ മതി. അതിൽ അവസാനത്തെ കോളത്തിൽ ഫൈബറിൻ്റെ അളവ് എത്ര ഉണ്ടെന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഫൈബർ കൂടിയത് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഒരു ദിവസം ഒരു കുട്ടിക്ക് എത്ര ഫൈബർ വേണമെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. 6 മാസം മുതൽ 2 വയസ്സ് വരെ ഏകദേശം ഒരു ദിവസം 5 ഗ്രാം ഫൈബറൊക്കെ മതി. അതിൻ്റെ മുകളിലോട്ട് 5 to 10 ഗ്രാംസ് ഒക്കെ ധാരാളം മതി കുട്ടികൾക്ക് ഒരു 5-10 വയസ്സ് വരെ ഏറെക്കുറെ. കാരണം ഫൈബറിൻ്റെ അളവ് കൂടുന്നതും പ്രശ്നമാണ്, ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതിലുള്ള പഴങ്ങൾ ഞാൻ ഈ ഇടതുവശത്ത് ടിക്കറ്റ് ഉള്ളതൊക്കെ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പ്രൂൺസ് ആണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ള ഈ ഗ്രൂപ്പിൽ വരുന്ന ഫുഡ്. അതിൽ ഈ പ്രൂൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അതിന് ഡ്രൈഡ് ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. ഇത്തരം പഴങ്ങളുടെ പ്രത്യേകത, ഇത് സോർബിറ്റോൾ എന്ന കണ്ടന്റ് വളരെ കൂടുതലാണ്. അത് ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പോലൊരു ഷുഗറാണ് സോർബിറ്റോൾ. അതിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് ഈ മലം പോകാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇതുപോലെ സോർബിറ്റോൾ വളരെ കൂടുതലുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടിലുണ്ട്. അതാണ് നമ്മൾ ഉണക്കമുന്തിരി. പക്ഷേ മുന്തിരിയിൽ ഉണ്ടാവുന്നത് ഉണങ്ങുന്ന സമയത്ത് കുറച്ചധികം ഇത്തരം കാർബോഹൈഡ്രേറ്റ്സ് കൂടുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒരു പരിധി വരെ അതിട്ട് വെച്ച വെള്ളമോ അല്ലെങ്കിൽ അത് ചതച്ച സ്മാഷ് ചെയ്തതൊക്കെ ചില പാരൻസ് ഒരു പ്രതിവിധി എന്നോണം കോൺസ്റ്റിപ്പേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ഫുഡിൻ്റെ ഭാഗമായി ഇത്തരം ഫ്രൂട്ട്സ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡാണ് ലെഗ്യൂംസ്, അഥവാ പയറുവർഗ്ഗങ്ങൾ. പഴങ്ങളെ അപേക്ഷിച്ച് ഫൈബറിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളത് പയറുവർഗ്ഗങ്ങളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വളരെ കൂടുതലാണ് അതിലുള്ള ഫൈബറിൻ്റെ അളവ്. അതിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്നത് ചിക്ക് പീസ് ആണ്, നമ്മുടെ വെളുത്ത കടല. അപ്പോൾ ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചോളൂ. ഇതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഭാഗം. അതിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് വെളുത്ത കടല, ചുവന്ന പയറ്, നമ്മുടെ ദാല്, അതുപോലെ വെള്ളപ്പയർ. അതൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ഏറ്റവും ലഭ്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്. അവസാനം കുറച്ച് വെജിറ്റബിൾസ് ആണ്. പക്ഷേ നമ്മുടെ പയറുവർഗ്ഗങ്ങളെ ഫ്രൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വെജിറ്റബിൾസിൽ ഫൈബറിൻ്റെ അളവ് കുറച്ച് കുറവാണ്. അപ്പം അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അതിലെയും അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് ലെഗ്യൂംസും പയറുവർഗ്ഗങ്ങൾ, അതോടൊപ്പം ഫ്രൂട്ട്സ്, പിന്നീട് ഈ പറഞ്ഞ വെജിറ്റബിൾസ് നിങ്ങൾ ഫൈബറിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇത് കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ 6 മാസം മുതലേ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഈ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം, അതോടൊപ്പം ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്ന സമയം, ഇതൊക്കെ ഭയങ്കര പ്രോണാണ് കുട്ടികൾ ഫോർ കോൺസ്റ്റിപ്പേഷൻ.